നമുക്കറിയാം ഹജ്ജ് 2025 പ്രൈവറ്റ് മേഖലയിൽ ഹജ്ജിനെ അപേക്ഷിച്ച് 42,000 ആളുകൾക്കും പോകാൻ പറ്റിയിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് ഒന്നായിട്ട് കേവലം 10,000 ഹാജിമാർക്കാണ് പ്രൈവറ്റിൽ പോകാൻ പറ്റിയത്. വിശാലമായ സൗകര്യത്തോടും കുറഞ്ഞ ചിലവിലും പൊന്നാനിയിലെ പ്രസവാനന്തര വിശ്രമ കേന്ദ്രം മമ്മാറസ്റ്റ് പ്രസവാനന്തര വിശ്രമ കേന്ദ്രം കുറ്റിക്കാട് പൊന്നാനി. ഇതുകൂടി ഒരു കാരണമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണ 20,000 പ്ലസ് ആയിരുന്നു കേരളത്തിൽ നിന്നുള്ള ടോട്ടൽ ആപ്ലിക്കേഷൻസ് എങ്കിൽ ഇത്തവണ അത് 27,000 പ്ലസ്സായി മാറി. എന്ന് മാത്രമല്ല, ഇത് നമ്മുടെ കേരളത്തെ മാത്രം അലട്ടിയിരുന്നൊരു പ്രശ്നമല്ല, ലോകത്തെ തന്നെ അലട്ടിയിരുന്നൊരു പ്രശ്നമായിരുന്നു ഈ പ്രൈവറ്റുകാരുടെ പ്രശ്നം. അത് ഇന്ത്യയിലെ ഇതര സ്റ്റേറ്റുകളെയും ബാധിച്ചതുകൊണ്ട് പൊതുവായി പറഞ്ഞാൽ മിക്ക സ്റ്റേറ്റുകളിൽ നിന്നും ഇത്തവണ അപേക്ഷകരുടെ എണ്ണം ഗണ്യമായ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പിന്നെ നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, സൗദി അറേബ്യ ഹജ്ജ് 2026 ബന്ധപ്പെട്ട് ഓരോ രാജ്യങ്ങളുടെ കോട്ട എത്രയാണ് എന്ന് ടിൽ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്കറിയാം, ഇന്ത്യ ഗവൺമെൻറ്റിന് നേരത്തെയുള്ള കരാറ് പ്രകാരം കഴിഞ്ഞ തവണ 1,75,000 സീറ്റുകൾ അനുവദിച്ചിരുന്നു. അതിൽ 50,000 സീറ്റുകൾ പ്രൈവറ്റ് മേഖലയിലും ഏതാണ്ട് 1.25 ലക്ഷം സീറ്റുകൾ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികൾ മുഖേനയുമായിരുന്നു കഴിഞ്ഞ ഹജ്ജിനൊക്കെ പോയിരുന്നത്. ഇത്തവണ കോട്ട അനുവദിച്ച് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് എത്രയാണ് ഉണ്ടാവുക എന്ന് ആത്യന്തികമായി പറയാൻ പറ്റില്ല. ഏതായാലും നമ്മുടെ HCOI ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ ഈ വസ്തുതകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്നലെ എടുത്തപ്പോൾ നറുക്കെടുപ്പ് നടത്തിയപ്പോൾ 1,00,000 സീറ്റുകളിലേക്ക് എന്തായാലും നറുക്കെടുപ്പ് നടത്താമെന്ന് തീരുമാനിച്ചു. ആ അടിസ്ഥാനത്തിൽ ഇന്നലെ ഈ 1,00,000 എന്നുള്ള ഒരു അനുമാനം വെച്ചുകൊണ്ട് ബാക്കി പിന്നീട് കോട്ട അനുവദിക്കപ്പെടുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാന്നുള്ള രീതിയിൽ ടോട്ടൽ ഇന്ത്യക്കൊന്നായിട്ട് 1,00,000 സീറ്റ് എന്തായാലും ഉണ്ടാകുന്നുള്ള കണക്കാക്കലിൽ ഇന്നലെ നറുക്കെടുപ്പ് നടത്തിയപ്പോൾ കേരളത്തിന് അനുവദിച്ച കോട്ട 8,530 എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ തവണ അൾട്ടിമേറ്റ്ലി ഉണ്ടായിരുന്നത് 16,000 പ്ലസ്സാണ്. ആ 16,000 പ്ലസിൻ്റെ പകുതിയാണ് ഇന്നലെ 8,530 എന്ന കോട്ടയിൽ വന്നത്. ഇങ്ങനെ വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് റിസർവേഷൻ പ്രയോറിറ്റിയിൽ 3 കാറ്റഗറി ആയിരുന്നു ഉണ്ടായത്. ഇത്തവണ 4 കാറ്റഗറി പ്രയോറിറ്റി തന്നെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 65+, 65 വയസ്സോ അതിൽ കൂടുതലോ ഉള്ള ആളുകൾ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവർക്ക് നറുക്കെടുപ്പില്ലാതെ സീറ്റ് കൊടുക്കണം എന്നതാണ് ഫസ്റ്റ് കാറ്റഗറി. അതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിന് അനുവദിച്ച കോട്ട മുഴുവനും ഓക്യുപ്പൈ ചെയ്യാൻ മാത്രം ഈ 65+ തന്നെ ഉണ്ട് എന്ന് വെക്കുക. എന്നാൽ അവർക്ക് മാത്രമേ പോകാൻ കഴിയുള്ളൂ, അല്ലാത്തവർക്ക് പോകാൻ കഴിയൂല. 65+ൽ തന്നെ ലേഡീസ് വിത്തൗട്ട് മെഹ്റം എന്നൊരു കാറ്റഗറിക്ക് അതും പിന്നെ KLR പ്രത്യേകിച്ച് റിസർവേഷൻ ഉള്ളതാണ്. മൂന്നാമത്തെ കാറ്റഗറി 45-ൻ്റെയും 65-ൻ്റെയും ഇടയിലുള്ള ലേഡീസ് വിത്തൗട്ട് മെഹ്റമാണ്. ഇവരും പ്രയോറിറ്റി ലിസ്റ്റിൽ പെട്ടതാണ്, കാറ്റഗറിയിൽ പെട്ടതാണ്. ഇവർക്കൊക്കെ നറുക്കെടുപ്പില്ലാതെയാണ് കൊടുക്കുന്നത്. അതിൻ്റെ പുറമെ കഴിഞ്ഞ വർഷത്തെ വെയിറ്റിംഗ് ലിസ്റ്റിൽപ്പെട്ട 2,116 പേർക്ക് കഴിഞ്ഞ വർഷത്തെ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ, എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം CV റോഡ് പൊന്നാനി. വെയിറ്റിംഗ് ലിസ്റ്റിൽ പെട്ട് പോകാൻ പറ്റാത്ത നമ്മുടെ ജനറൽ ബി എന്ന് പറഞ്ഞ ബാക്ക് റോളിൻ്റെ ഒരു കാറ്റഗറിയും കൂടി സൃഷ്ടിക്കപ്പെട്ടു.
ഈ റിസർവേഷൻ കാറ്റഗറികൾ മാത്രം നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ 9,000-ഓളം വരും അവരുടെ എണ്ണം തന്നെ. അല്ല 9,000 അല്ല, മൊത്തം 9,000 വരും. നമുക്ക് ഇന്നലെ അനുവദിച്ചത് ആകെ 8,530 അതെ ടോട്ടൽ അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ KLR 65+ എന്ന് പറഞ്ഞതും അതേപോലെ ഈ ലേഡീസ് വിത്തൗട്ട് മെഹറം 65+ എന്ന് പറഞ്ഞതും മുഴുവൻ ഇന്നലെ കൊടുത്തു. ഇനി 45-ൻ്റെയും 65-ൻ്റെയും ഇടയിലുള്ള ലേഡീസ് വിത്തൗട്ട് മെഹറം അവർ ഒരു 10-50 പേർക്ക് എനിക്ക് കൊടുക്കാൻ ബാക്കിയാണ്. ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു. ആ ലേഡീസ് വിത്തൗട്ട് മെഹറം ബിറ്റ്വീൻ 45 ആൻഡ് 65 ആ ഏജിലുള്ള പിന്നെ ആളുകളിലെ ബാക്കിയുള്ളവരും അതുപോലെ തന്നെ നമ്മൾ ഇക്കൊല്ലം പ്രത്യേകം റിസർവേഷനിൽ പ്രയോറിറ്റി കാറ്റഗറിയിൽ വന്ന അഥവാ ബി കാറ്റഗറി ജനറൽ ബി കഴിഞ്ഞ വർഷത്തെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് വന്ന 900+ ഈ പറഞ്ഞ വെയിറ്റിംഗ് ലിസ്റ്റുകാരും അവർക്കാണ് ഇനി മുൻഗണന നൽകൽ. ഇപ്പം നമ്മൾ പറഞ്ഞു 8,530 ഉള്ളൂ. റിസർവേഷൻ കാറ്റഗറിയിലെ 2 കാറ്റഗറി മുഴുവനായും കൊടുത്തു. 3ാമത്തെ കാറ്റഗറിയിലെ 90% കൊടുത്തു. ഇനി 3ാമത്തെ കാറ്റഗറിയിലെ ഒരു 10% ഉണ്ട്. ഇക്കൊല്ലം നിർമ്മിക്കപ്പെട്ട ക്രിയേറ്റ് ചെയ്യപ്പെട്ട പ്രത്യേക റിസർവേഷൻ അഥവാ കഴിഞ്ഞ വർഷത്തെ ഈ പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് അവർക്കും കൊടുക്കാനുണ്ട്. അതിനൊക്കെ ഇനി നമുക്ക് സീറ്റ് എത്ര അലോട്ട് ചെയ്യപ്പെടുന്നു അതിനനുസരിച്ചേ കൊടുക്കാൻ കഴിയുള്ളൂ. എന്ന് പറഞ്ഞാൽ അവരുടേതും കൂടി കഴിഞ്ഞാലേ നമ്മുടെ ഫ്രഷ് ആപ്ലിക്കൻസിൻ്റെത് പരിഗണിക്കുള്ളൂ എന്നർത്ഥം. ഇപ്പോൾ വന്നതിൽ KLF ആരും പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വന്നതിൽ കഴിഞ്ഞ കൊല്ലത്തെ വെയിറ്റിംഗ് ലിസ്റ്റിൽ പോകാൻ ഉദ്ദേശിച്ച അപേക്ഷ കൊടുത്തവരും ആരും പെട്ടിട്ടില്ല. 45-ൻ്റെയും 65-ൻ്റെയും ഇടയിലുള്ള ലേഡീസ് വിത്തൗട്ട് മെഹറമിൽ തന്നെ 19 പേര് ഇപ്പോഴും വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 8,530 സീറ്റുകൾ നമ്മുടെ മുൻഗണനാ ക്രമത്തിലെ 2 കാറ്റഗറികൾക്ക് മുഴുവനായിട്ടും 3ാമത്തെ കാറ്റഗറിയിലെ 90%-നും വിതരണം ചെയ്തു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് 16,000+ സീറ്റുകൾ പിന്നീട് മറ്റുള്ള സ്റ്റേറ്റുകളിൽ ബാലൻസ് വന്നത് അടക്കം വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് പരിഗണിക്കപ്പെട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത്ര തന്നെ ഇത്തവണ കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം എല്ലാ സ്റ്റേറ്റുകളിലും അപേക്ഷകൾ ഇത്തവണ കൂടിയിട്ടുണ്ട്. ഏതായാലും ഇന്നലെ നറുക്കെടുപ്പ് നടന്നു. കേരള ഹജ്ജ് കമ്മിറ്റി ഈ ഹജ്ജ് 2026 വളരെ വലിയൊരു സക്സസ്ഫുൾ ഇവൻ്റ് ആക്കാൻ വേണ്ടി ആവശ്യമായ മുൻകരുതലുകളൊക്കെ നമ്മൾ ഈ നറുക്കെടുപ്പിൻ്റെ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞു. ഉദാഹരണത്തിന് പറഞ്ഞാൽ ജൂലൈ 7-ാം തീയതി ആണ് ഈ ഹജ്ജിൻ്റെ അപേക്ഷാ ഫോം സമർപ്പിക്കാനുള്ള തീയതി ആരംഭിക്കുന്നത്. അത് ജൂലൈ 31 വരെ ആയിരുന്നു. നമ്മുടെ ഹജ്ജ് മന്ത്രി അബ്ദുറഹ്മാൻ മിനിസ്റ്ററും കേരള ഹജ്ജ് കമ്മിറ്റിയും ഗവൺമെൻറ്റുമായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുമായും നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ കാരണത്താൽ ഈ ജൂലൈ 31 എന്ന് പറഞ്ഞത് ഓഗസ്റ്റ് 7 വരെ എന്ന് പറഞ്ഞാൽ അപേക്ഷ സമർപ്പിക്കാൻ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ കൃത്യം 1 മാസം ലഭിച്ചു. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ വെയിറ്റിംഗ് ലിസ്റ്റുകാരുടെ കാര്യം പരിഗണിക്കണം എന്ന് ഹജ്ജ് കമ്മിറ്റിയും എസ്പെഷ്യലി നമ്മുടെ മിനിസ്റ്റർ അബ്ദുറഹ്മാൻ സാറും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോട് വളരെ കൃത്യമായി വ്യക്തമായി ആവശ്യപ്പെട്ടു. അതും പരിഗണിച്ചു. പക്ഷേ ഇന്നലത്തെ നറുക്കെടുപ്പിൽ അവർ വന്നിട്ടില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ രീതിയിൽ സേവനം ചെയ്യുന്ന ഹജ്ജ് കമ്മിറ്റി ഇവിടെ ഞങ്ങൾ ചെയ്തത് 600-ലധികം ട്രെയിനർമാരെ കേരളത്തിൻ്റെ ഈ 14 ജില്ലകളിലും ഹാജിമാരുടെ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകുന്ന അന്ന് മുതൽ ഇനി അവർ ഹജ്ജിന് പോയി തിരിച്ച് വീട്ടിലെത്തുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി ഫോളോ ചെയ്ത് ആവശ്യമായ ഹെൽപ്പും അസിസ്റ്റൻസും ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ട്രെയിനർമാരുടെ തിരഞ്ഞെടുപ്പ് നടത്തി. മാത്രമല്ല ഈ ട്രെയിനർമാരുടെ ഒരു പ്രത്യേക എക്സിക്യൂട്ടീവ് തന്നെ രൂപീകരിച്ചുകൊണ്ട് ജില്ലാ ട്രെയിനർമാർ, ഓരോ ജില്ലകളിലും അസിസ്റ്റൻ്റ് ട്രെയിനർമാർ, ഈ സംവിധാനം എല്ലാം വളരെ കാര്യക്ഷമമായി തന്നെ ഞങ്ങൾ ആരംഭിച്ചു. ഇനി നമ്മൾ ഈ മാസം അവസാനം അഥവാ ഓഗസ്റ്റ് മാസം അവസാനം കേരളത്തിലെ സംസ്ഥാനതല ഹജ്ജിൻ്റെ സാങ്കേതിക ക്ലാസിൻ്റെ ഉദ്ഘാടനവും തീർച്ചയായിട്ടും
മിനിസ്റ്ററുടെ സൗകര്യം അവസാന വാരത്തിലാണെന്ന് പറഞ്ഞു. ഡേറ്റ് ഏതാണെന്ന് ഫിക്സ് ആക്കിയാൽ മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ അതും കൂടി നടത്തും. പിന്നെ നമ്മൾ ഹാജിമാരുടെ സേവനത്തിന് വേണ്ടി മുൻകാലത്തെ കഴിഞ്ഞ സി മുഹമ്മദ് ഫൈസി ചെയർമാൻ ആയിരുന്ന കാലഘട്ടത്തിൽ തന്നെ കേന്ദ്രത്തോട് അപേക്ഷിച്ചൊരു കാര്യമായിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ ലീവ് ആവശ്യത്തിന് കിട്ടാത്ത പല ജീവനക്കാരുണ്ട്. ഗൾഫിലോ മറ്റോ ഒക്കെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ 40 ദിവസവും 50 ദിവസവും ഒന്നും ലീവ് കിട്ടൂല. അതുകൊണ്ട് കുറഞ്ഞ ദിവസത്തെ ഹജ്ജിൻ്റെ പാക്കേജ് ഷോർട്ട് ഹജ്ജ് നടപ്പാക്കണമെന്ന് മുൻ കമ്മിറ്റി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഞങ്ങൾ ഈ ഉത്തരവാദിത്വത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങളും മുൻഗണനയോടുകൂടി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയെയും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെയോടും ആവശ്യപ്പെട്ട കാര്യം ഷോർട്ട് ഹജ്ജ് പാക്കേജ് നടപ്പാക്കണം എന്നായിരുന്നു. അത് അംഗീകരിക്കപ്പെട്ടു. 20 ദിവസം 22 ദിവസം നീളുന്ന പാക്കേജ് ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമുക്ക് ഇഷ്ടം പോലെ അപേക്ഷ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യമായിരുന്നു, പല ഹാജിമാർക്കും അവിടെ ചെന്നാൽ ഭക്ഷണം കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക് ഭക്ഷണത്തിന് മുൻകൂട്ടി പേ ചെയ്താൽ അവർക്ക് ഭക്ഷണം ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമും കൂടി അവതരിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ ഇത്തവണ അതും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹജ്ജ് 2026 നമ്മുടെ ഹജ്ജ് മന്ത്രിയുടെയും കേരള ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഹജ്ജ് കമ്മിറ്റി ഓഫ് കേരളയുടെയൊക്കെ ശ്രമഫലമായി ഹജ്ജ് എന്തായാലും വളരെ ഭംഗിയായി തന്നെ നടക്കും. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയുള്ളവരുടെ എല്ലാ സേവനവും ഞങ്ങൾക്കുണ്ടായാൽ എന്ന കാര്യം പ്രത്യേകം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളുടെ സഹായത്തിന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഞങ്ങളെ അലട്ടുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ഹജ്ജ് എംബാർക്കേഷൻസ് 3 ഹജ്ജ് എംബാർക്കേഷൻ ആണല്ലോ 2023 മുതൽ. കണ്ണൂരിൽ നിന്നിപ്പം 3 തവണ ഹജ്ജിന് പോയി. ഈ 3 എംബാർക്കേഷൻ പോയിൻ്റ് ഉള്ളതിൽ ഈ കഴിഞ്ഞ വർഷം വരെ ഏറ്റവും കൂടുതൽ ഹാജിമാർ ഓപ്റ്റ് ചെയ്തിരുന്നത് കോഴിക്കോട് എംബാർക്കേഷൻ, നമ്മുടെ എംബാർക്കേഷനായിരുന്നു. കഴിഞ്ഞ വർഷം ഹജ്ജ് 2024 കോഴിക്കോട്ട് നിന്നുള്ള ടിക്കറ്റ് ഫെയർ കൂടിയപ്പോൾ കോഴിക്കോട് നിന്ന് ഹജ്ജിന് പോകേണ്ട യാത്രക്കാരുടെ എണ്ണം പകുതിയായി കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ 5000 പ്ലസ് മാത്രമായി. 10,000 പ്ലസ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം തന്നെ കോഴിക്കോട് നിന്ന് 5000 പ്ലസ്സായി മാറി. ഏറ്റവും കൂടുതൽ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് കഴിഞ്ഞ തവണ പോയത്, 6000 പ്ലസ്സായി. എന്നാൽ ഇത്തവണ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഈ ഹജ്ജ് 2025 സമയത്തും കോഴിക്കോട് നിന്ന് ഫെയർ കൂടിയപ്പോൾ എന്നല്ല, കണ്ണൂരിനേക്കാളും നെടുമ്പാശ്ശേരിയേക്കാളും 40,000 രൂപ വരെ വർധനവ് കോഴിക്കോട് നിന്നുണ്ടായപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുമ്പ് ഈ ഹജ്ജ് കമ്മിറ്റി ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഉടനെ ഏറ്റവും ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേന്ദ്ര ഗവൺമെൻറ്റിലെ വ്യത്യസ്ത മന്ത്രാലയങ്ങൾ, ന്യൂനപക്ഷ മന്ത്രാലയത്തെയും വ്യോമയാന മന്ത്രാലയത്തെയും എന്ന് മാത്രമല്ല എയർ ഇന്ത്യയെ പ്രത്യേകം തന്നെ കണ്ട് അതിൻ്റെയൊക്കെ ഡയറക്ടർമാർക്ക് കത്ത് കൊടുത്തു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ഓഫീസിൽ ചെന്നുകൊണ്ട് അവിടുത്തെ CEO-യെയും അതിൻ്റെ പുറമെ അന്നത്തെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നിലവിലില്ല, നമ്മുടെ അബ്ദുള്ളക്കുട്ടി സാറായിരുന്നു, അവരെയൊക്കെ കണ്ട് ഞങ്ങൾ ഈ വിമാന ചാർജ് നിരക്ക് കുറക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. പിന്നെയും നിരന്തരം ഞങ്ങൾ ഈ മന്ത്രാലയങ്ങളും അതുപോലെ തന്നെ കൺസേൺഡ് അതോറിറ്റികളുമായിട്ട് നിരന്തരം കറസ്പോണ്ടൻസ് നടത്തിയിരുന്നു. നമുക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. മാത്രമല്ല കേരളത്തിൽ നിന്നൊക്കെയുള്ള പ്രതിപക്ഷ MP-മാർ വരെ ഈ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ഡിസ്പ്യൂട്ടും ഇല്ലാത്ത കാര്യമായതുകൊണ്ട് പരിഹാരം ഉണ്ടാകുമെന്ന് മനസ്സിലായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങളെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കണ്ണൂരിൽ നിന്നും കോഴിക്കോടിൽ നിന്നുമൊക്കെയുള്ള അപേക്ഷകരെ അപേക്ഷിച്ച് കോഴിക്കോട് എംബാർക്കേഷൻ പോയിൻ്റായി ഓപ്റ്റ് ചെയ്യും. ഇപ്പം നമുക്ക് 27,000 പ്ലസ് അപേക്ഷ ഉണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഈ 27,000 നിന്ന് വെറും
1802 1802 ആളുകൾ മാത്രമാണ് കോഴിക്കോട് എംബാർക്കേഷൻ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അന്തരം മനസ്സിലാക്കാൻ കൊച്ചിയിൽ നിന്ന് എത്ര ആളുണ്ട് നോക്കിയാൽ മതി. 17,478 പേര് കൊച്ചി എംബാർക്കേഷൻ ഓപ്റ്റ് ചെയ്തപ്പോൾ കണ്ണൂരിൽ നിന്ന് 8,782 പേര് ഓപ്റ്റ് ചെയ്തു. കോഴിക്കോടിൻ്റെ കാര്യം വല്ലാത്ത കഷ്ടമാണ്. ഹജ്ജ് ക്യാമ്പിലേക്ക് വന്ന കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുര്യൻ സാറെ ഇരുത്തിക്കൊണ്ട് തന്നെ ചെയർമാൻ എന്നുള്ള നിലക്ക് ആ വലിയ സദസ്സിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞിരുന്നു, സാറേ ഞങ്ങളുടെ കോഴിക്കോട് എയർപോർട്ട് നിങ്ങൾ നശിപ്പിക്കരുത്, അവിടെ എംബാർക്കേഷൻ പോയിൻ്റ് ഇല്ലാതാക്കരുത്. കാരണം ഏറ്റവും കൂടുതൽ ഹാജിമാർ യാത്ര ചെയ്യേണ്ടത് അവർ കോഴിക്കോട് എയർപോർട്ടിൻ്റെ പരിസരത്തു നിന്നുള്ളവരാണ്. ഇപ്പോൾ അവർ കണ്ണൂരോ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയോ ഓപ്റ്റ് ചെയ്യേണ്ടി വന്നത് ഗത്യന്തരമില്ലാതെ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. അവരൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളേതായാലും ഡിസപ്പോയിൻറ്റഡ് ഒന്നും ആയിട്ടില്ല. ഇത്തവണ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും തന്നെ മനസ്സിലാവും. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് അപേക്ഷകരിൽ 1802 പേര് മാത്രമേ കോഴിക്കോട് എംബാർക്കേഷൻ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. 17,500ഓളം പേര് അഥവാ 17,478 പേരും നെടുമ്പാശ്ശേരിയാണ്. കണ്ണൂരിൽ നിന്ന് കഴിഞ്ഞ തവണ ഏറ്റവും കുറവ് കണ്ണൂരിൽ നിന്നായിരുന്നുവെങ്കിൽ ഇത്തവണ കഴിഞ്ഞ തവണ കണ്ണൂരിൽ നിന്നുള്ളവരുടെ ഡബിൾ. കഴിഞ്ഞ തവണ കണ്ണൂരിൽ നിന്ന് 4,000+ ആയിരുന്നുവെങ്കിൽ ഇത്തവണ 8,782 പേര് കണ്ണൂർ ഓപ്റ്റ് ചെയ്തു. ഈ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ ഈ കോഴിക്കോട് എയർപോർട്ട് വിസിനിറ്റിയിൽ നിന്ന് പോകുന്നവരാണ് എന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്നത്. അവരെ കുറ്റം പറയാൻ യാതൊരു ന്യായമില്ല. കാരണം ഒരാൾക്ക് 40,000 വെച്ച് നഷ്ടം വരുമെങ്കിൽ ഒരു കവറിൽ 4-5 ആളുള്ളവരാണെങ്കിൽ വലിയൊരു എമൗണ്ട് അവർക്ക് നഷ്ടം വരും. നിങ്ങളുടെയൊക്കെ സഹകരണം വേണം. ഈ വിഷയം നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം. അതുവഴി ഇത്തവണ ഒരു മാറ്റം ഉണ്ടാവണം. പക്ഷേ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും. ഇപ്പോൾ അതായത് ഹജ്ജ് അപേക്ഷകളൊക്കെ കഴിഞ്ഞു, നറുക്കെടുപ്പും പകുതിയായി. ഇനി കോഴിക്കോട് നിന്ന് നിരക്ക് കുറഞ്ഞു എന്ന് കരുതുക, എല്ലാ എംബാർക്കേഷനും ഈക്വലായിട്ടുള്ള ഒരു റേറ്റാണ് വരുന്നത് എങ്കിൽ ഇനി ഇവരെ മുന്നിൽ വല്ല ഓപ്ഷനും ഉണ്ടോ എന്നുള്ളതാണ് കോഴിക്കോട് ഓപ്റ്റ് ചെയ്യാത്തവർക്ക്. ഞങ്ങളും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. നിലവിൽ അതിന് യാതൊരു പരിഹാരവും. കാരണം അവരുടെ ഫസ്റ്റ് എംബാർക്കേഷൻ ഏതാണ്, സെക്കൻഡ് ഓപ്ഷൻ ഏതാണ് എന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇനി അവർക്കൊരു ഓപ്ഷനും ഇല്ല. ഇനി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയാണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടത്. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്കും വ്യോമയാന മന്ത്രാലയത്തിനും അതുപോലെ എയർ ഇന്ത്യക്കും എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഈ നിരക്കുകൾ റേറ്റുകൾ ഏകീകരിച്ചുകൊണ്ട് കോഴിക്കോടും മറ്റ് 2 എംബാർക്കേഷൻ പോയിന്റുകളും ഒരേ ലെവലിലെത്തുന്ന പക്ഷം കോഴിക്കോട്ടേക്ക് മാറാൻ ഉദ്ദേശിക്കുന്ന ഹാജിമാർക്ക് തീർത്ഥാടകർക്ക് അതിനുള്ളൊരു അവസരം നിങ്ങൾ നിർബന്ധമായിട്ടും നൽകണം എന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ തീർത്ഥാടകരുടെ എല്ലാവിധ കാര്യങ്ങളും എളുപ്പമാക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും കേരള ഹജ്ജ് കമ്മിറ്റി നമ്മുടെ ആ പ്രത്യേക സംവിധാനം ഉപയോഗപ്പെടുത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2025 ഹജ്ജിനെ സംബന്ധിച്ച് ഹജ്ജ് നിർവഹിച്ചു വന്ന എല്ലാവരും യുനാനിമസ്ലി അവർ പറയുകയാണ്, ഞങ്ങളൊക്കെ നേരത്തെ പ്രൈവറ്റിൽ പോകണം എന്ന് പലരോടും പറഞ്ഞവരും പ്രൈവറ്റ് തിരഞ്ഞെടുക്കണം എന്ന് ആഗ്രഹിച്ചവരുമായിരുന്നു. പക്ഷേ എന്തോ ഒരു സാഹചര്യത്തിൽ കുടുങ്ങിയിട്ടായിരുന്നു ഈ ഹജ്ജ് കമ്മിറ്റി ഓഫ് കേരളയുടെ കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി മുഖേന പോയത്. പക്ഷേ ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഞങ്ങളെ ബന്ധുക്കളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അടുത്ത കൊല്ലം നിങ്ങൾ ഹജ്ജിന് പോകുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോകാനല്ല ശ്രമിക്കേണ്ടത്, നിങ്ങൾ ഹജ്ജ് കമ്മിറ്റി തന്നെ പോകാൻ ശ്രമിക്കണം. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സൗദി അറേബ്യ അവിടെ വലിയ സൗകര്യം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിലെ മേജർ കാര്യം. അതേസമയം ഇവിടെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വളരെ വലിയ സേവനം ചെയ്ത് ഇതെല്ലാം കൂടിയപ്പോൾ ഹാജിമാരെ സംബന്ധിച്ച് ഈ കാലം വരെ അനുഭവിക്കാത്തത്രയും സൗകര്യങ്ങളും അതുപോലെ തന്നെ യാത്രയിലെ മറ്റു ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകുന്ന സാഹചര്യവും ഉണ്ടായി. ഇതിന് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർ സഹകരിച്ചിട്ടുണ്ട്. വൺസ് അഗെയിൻ ഐ ആം വെരി താങ്ക്ഫുൾ ടു യു ഓൺ ബിഹാഫ് ഓഫ് കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി. താങ്ക് യു വൺ ആൻഡ് ഓൾ. എന്റെ ഫാമിലിയിൽ കല്യാണം
ഫാമിലി വെഡിംഗ് സെന്റർ.